കേരളത്തിന് പുറത്തു നിന്ന ആളെ സംസ്ഥാന പ്രസിഡന്റാക്കി ബി.ജെ.പിയിലെ തമ്മിലടി അവസാനിപ്പിക്കാം എന്നുള്ള ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കവും പൊളിഞ്ഞിരിക്കുകയാണ്. പ്രസിഡന്റിനെ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്തു എന്നുള്ള പരാതിയുമായി പ്രമുഖ നേതാക്കൾ അടങ്ങുന്ന വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിനൊപ്പമാണ് എന്നുള്ള ആരോപണമാണ് മറ്റ് നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. കോർ കമ്മിറ്റിയിലെ നേതാക്കൾ പങ്കെടുക്കേണ്ട യോഗം പോലും എല്ലാവരെയും അറിയിക്കാറില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലേക്ക് മുൻ പ്രസിഡന്റുമാരായ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്നിവരെ വിളിക്കാത്തത് തർക്കത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. മുരളീധരന്റെ വിശ്വസ്തനായ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീറും സുരേന്ദ്രന്റെ വിശ്വസ്തനായ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറും ഇതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിന് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെ വിളിക്കുന്ന കീഴ്വഴക്കം ബി.ജെ.പിയിലുണ്ട്. എന്നാൽ വിളിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ള നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ എടുത്തത്. രാജീവ് ചന്ദ്രശേഖർ പി കൃഷ്ണദാസ് പക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയാൽ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ സഖ്യത്തിന് അത് തിരിച്ചടിയാകും. 10 വർഷമായി ബി.ജെ.പി സംസ്ഥാന ഘടകത്തെ നിയന്ത്രിച്ചിരുന്നത് മുരളീധരനും സുരേന്ദ്രനും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടാണ്. അവരെ അപ്രസക്തരാക്കാനുള്ള ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് എന്നും ഒരു വിഭാഗം ആരോപിക്കുകയാണ്. പുതിയ ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണവും വന്നിരിക്കുകയാണ്. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ കോർ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചില്ല, ക്രിസ്ത്യൻ നേതാക്കളെ കൂടുതൽ പരിഗണിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയെന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോവുകയായിരുന്നു. ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയം, അത് മറന്നു പോകരുത് എന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയം CPM കൂടുതൽ ശക്തമാക്കും. ബി.ജെ.പി വികസനം മാത്രം പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ CPM-ൽ നിന്ന് കൊണ്ടുപോകും. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തിനെതിരെ ശക്തമായി പ്രചരണം നടത്തണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാജീവ് ചന്ദ്രശേഖരനെതിരെ കോർ കമ്മിറ്റിയിൽ വി മുരളീധര പക്ഷവും ശബ്ദമുയർത്തുകയുണ്ടായി. പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്നും വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വില പോവില്ല എന്നും പറയുകയുണ്ടായി. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ല. അടിസ്ഥാന ആശയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുകയില്ല. കേരളത്തിൽ മാത്രം പാർട്ടിക്ക് വേറിട്ട നിലപാടെടുക്കാനും സാധിക്കുകയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ നിലപാട് ദോഷം ചെയ്യുകയും ചെയ്തു. എല്ലാം കച്ചവട കണ്ണുകൊണ്ട് കാണുന്നത് പാർട്ടിയെ തകർക്കുക തന്നെ ചെയ്യും. യുവമോർച്ച, മഹിളാ മോർച്ച, ടാലന്റ് ഹണ്ട് പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കും എന്നും വി മുരളീധര പക്ഷം പറഞ്ഞിരിക്കുകയാണ്.